ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഒരു നമ്പർ പ്രത്യേക രീതിയിൽ എഴുതി സൂക്ഷിക്കുന്നത് മികച്ച ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ധനനേട്ടത്തിനും ഇതൊരു മികച്ച വഴിയാണ്. ഇതിനായി ചെയ്യേണ്ടത് എന്താണെന്ന് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം. ധനവരവിനായി പല വഴികൾ പരീക്ഷിക്കുന്നവരുണ്ട്. ചിലർ വിശ്വാസങ്ങളെ കൂട്ടുപിടിക്കുന്നു, ചിലർ ആചാരങ്ങളെ കൂട്ടുപിടിക്കുന്നു. ഇത്തരം ചിലതനുസരിച്ച് പ്രത്യേക രീതിയിൽ ഒരു നമ്പർ എഴുതി നാം സൂക്ഷിക്കുന്നത് ധനവരവിന് സഹായിക്കും. ഓരോ നമ്പറിനും അതിൻ്റെതായ ശക്തിയുണ്ട്. ഇത് കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചാൽ അതിൻ്റെ ഗുണഫലം ലഭിക്കും. മഹാലക്ഷ്മിയുടെ ബീജമന്ത്രവും ഒരു ഏഞ്ചൽ നമ്പറും ചേർത്ത് എഴുതുന്നതാണ് ഗുണം നൽകുക. ഇന്ത്യയിലേക്കാൾ കൂടുതൽ പുറം നാടുകളിലുള്ളവരാണ് ഏഞ്ചൽ നമ്പർ ഉപയോഗിക്കുന്നത്. പൂജകളും വഴിപാടുകളും ആവശ്യമില്ലാത്ത ഒരു വഴിയാണിത്. ഓരോ ദേവതമാർക്കും ഓരോ ബീജാക്ഷരമുണ്ട്. മഹാലക്ഷ്മിയാണ് ധനദേവത. ശ്രീ എന്നതാണ് ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരം. ധനദേവതയായ ലക്ഷ്മി ദേവിയുടെ ഈ അക്ഷരത്തിനൊപ്പം ഒരു പ്രത്യേക ഏഞ്ചൽ നമ്പർ കൂടി എഴുതിയാലാണ് ധനനേട്ടം ഉണ്ടാകുക. ധനവരവിനായുള്ള ഏഞ്ചൽ നമ്പർ മാത്രമാണ് നാം ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എഴുതുന്നതിൽ പ്രശ്നമില്ല. എന്നാൽ ബീജാക്ഷരം കൂടി ഉപയോഗിക്കുന്നതിനാൽ കുളിച്ച് ശുദ്ധമായ അവസ്ഥയിൽ എഴുതുക. ഇത് പൗർണമിയിൽ എഴുതാം. കർത്തവാവ് കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച ഈ ദിവസം ചന്ദ്രൻ വലുതായി വരുന്നു. ധനവരവിനെ സൂചിപ്പിക്കാൻ ഈ ദിവസം ചെയ്യുന്നത് നല്ലതാണ്. കർത്തവാവ് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസവും ഇത് എഴുതാവുന്നതാണ്. രാഹുകാലത്തും യമകണ്ഠ കാലത്തും എഴുതരുത്. ഇത് കലണ്ടറിൽ അറിയാൻ സാധിക്കുന്നതാണ്. ഇത് ഉപയോഗിച്ച് എഴുതുക. ഈ നമ്പർ എഴുതാൻ ബേ ലീഫിൽ എഴുതുക, അതല്ലെങ്കിൽ ആലിലയിൽ എഴുതാം. ഇവ താഴെ വീണതാകരുത്. ഇതല്ലെങ്കിൽ ലൈൻ ഇല്ലാത്ത വെള്ള പേപ്പറിൽ എഴുതാവുന്നതാണ്. ഇലകളിൽ എഴുതുമ്പോൾ പവർ കൂടുതലാണ്. ഇലകളിൽ നാം കടം എന്ന വാക്കൊരിക്കലും എഴുതരുത്. ഇലയിൽ എഴുതുകയാണെങ്കിൽ ഇതിൽ കീറലുണ്ടാകാൻ പാടില്ല. വൈകിട്ട് 6-ന് ശേഷം ആലില പറിക്കരുത്. ഗ്രീൻ മഷിയുള്ള പേന കൊണ്ടുവേണം ഇത് എഴുതാൻ. കാരണം പച്ചയാണ് ധനവരവിനെ സൂചിപ്പിക്കുന്നത്. 2, 9, 1, 8 എന്നതാണ് ഈ മാജിക് നമ്പർ. ഇത് എഴുതി പേഴ്സിൽ വയ്ക്കാം. ഇതല്ലെങ്കിൽ പണം വയ്ക്കുന്ന അലമാരയിൽ വയ്ക്കാം. ഇത് ഇടയ്ക്കിടെ വായിക്കുന്നത് നല്ലതാണ്. ഈ ഇലയോ പേപ്പറോ പഴകിപ്പോയാൽ ഇത് മാറ്റി പുതുതായി എഴുതി വയ്ക്കുക. സമയം നോക്കി ദിവസങ്ങൾ നോക്കി തന്നെ എഴുതണം. മാറ്റുന്ന പേപ്പർ ആരും ചവിട്ടാത്തിടത്ത് നോക്കി കളയുക. ആരും ചവിട്ടാത്തിടത്ത് നോക്കി ഇടാൻ സാധ്യമല്ലെങ്കിൽ ഈ പേപ്പറോ ഇലയോ കത്തിച്ച് കളയുക. ഇത് ഒരു ജോലിയും ചെയ്യാതിരിക്കുന്നവരല്ല എഴുതേണ്ടത്. ഭർത്താവ് ജോലിക്ക് പോകുന്നുവെങ്കിൽ ഭാര്യയ്ക്ക് ജോലിയില്ലെങ്കിലും എഴുതാം. അതായത് ഒരു വരുമാന സ്രോതസ് ഉണ്ടാവണം. അതല്ലാതെ വെറുതെ ഇരുന്നവർ ഈ നമ്പർ എഴുതിയിട്ട് യാതൊരു പ്രയോജനവുമില്ല. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.